ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഐറ്റം പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം, എന്നാലും എനിക്കിത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഇത് സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉറുമ്പ് ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഉറുമ്പ് പൊടിയോ ചോക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐറ്റമൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം തന്നെ അത്രയ്ക്ക് ഫലപ്രദമല്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായത്. സ്പ്രേകളും അങ്ങനെ പല പല ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു ഉറുമ്പ് ശല്യമായിട്ട്, എല്ലായിടത്തും ഉറുമ്പാണ്. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ നിലത്ത് വീഴും. അപ്പോൾ ഉറുമ്പ് വരും. ബെഡ്റൂമിൽ വരെ ഉറുമ്പായി. അപ്പോൾ കുറച്ച് ദിവസമായി പറയുന്നു എന്തെങ്കിലും മരുന്ന് മേടിക്കുമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി ഷോപ്പിലേക്ക് പോകണ വഴിക്കാണ് ഒരു ഫ്രണ്ടിനെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഉറുമ്പിനെ കൊല്ലാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അത് കടയിൽ നിന്നൊന്നും പോയി മേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണത്. അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അത് വെച്ച് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉറുമ്പിനെ കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ വളരെ എഫക്റ്റീവായിരുന്നത്. അത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എല്ലാ ഉറുമ്പുകളും ചത്തു എന്നുള്ളതാണ്. മറ്റു മരുന്നുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉറുമ്പുകൾ ചാവണമെന്നില്ല, ചിലപ്പോൾ അവിടേക്ക് വരില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കും. പക്ഷേ ഈ മരുന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഉറുമ്പുകൾ ചത്തിരിക്കും. ഉറുമ്പുകൾക്ക് മാത്രമല്ല, അതുപോലുള്ള ചെറിയ കീടങ്ങൾക്കെല്ലാം, ഭൂരിഭാഗം കീടങ്ങൾക്കും ഇത് എഫക്റ്റീവാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. പുതിയൊരു ബാച്ച് ഉറുമ്പ് വരുന്നുണ്ട്. അതിനെല്ലാം അടിച്ചു കൊടുത്തപ്പോൾ തന്നെ എല്ലാം ചത്തുപോയിക്കോളും. അപ്പോൾ ഇതാണ് ഈ മരുന്നിൻ്റെ എഫക്റ്റ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിനെഗറാണ്. എല്ലാവരും ആസിഡ് ചൊറുക്കുക എന്ന് പറയുന്ന ഐറ്റമാണ്. രണ്ടാമത്തെ ഐറ്റം നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷാണ്. സാധാ ഡിഷ് വാഷാണ്, ഏത് ഡിഷ് വാഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി നമുക്ക്. അല്ലെങ്കിൽ ബദലായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ഉപയോഗിക്കാം. നമ്മുടെ ഡിഷ് വാഷിന് പകരം ഹാൻഡ് വാഷ് ഉപയോഗിക്കാം. പിന്നെ സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്പ്രേയറും അതിൻ്റെ ബോട്ടിലുമാണ്. മറ്റ് ഒരു ഇൻഗ്രീഡിയൻസും ഇതിന് ആവശ്യമില്ല. ഒന്നെങ്കിൽ ഡിഷ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് വിത്ത് വിനെഗർ. പിന്നെ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിലും. അത്ര ഐറ്റംസ് മാത്രം മതി. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് സ്പ്രേയർ ഉപയോഗിക്കുന്നത്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ചില ബോട്ടിലിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വീണാലും അല്ലെങ്കിൽ പിള്ളേർ എടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സ്പ്രേയറാണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നമ്മുടെ വിനെഗർ, ആവശ്യത്തിന് വിനെഗർ എടുക്കുക. എത്രത്തോളം വേണമെന്നോ അനുസരിച്ച് വിനെഗർ എടുക്കുക. അതിന് അതേ അളവിൽ, ഏകദേശം അതേ അളവ് തന്നെയുള്ള നമ്മുടെ ഹാൻഡ് വാഷും അതിലേക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിൽ അത്ര തന്നെ ക്വാണ്ടിറ്റി വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക. അതാണ് കൂടുതൽ നല്ലത്. ഒന്ന് ഡൈല്യൂട്ട് ആവുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അത് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക, നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. സക്സസ് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ നന്ദി. ഇത്തരം ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.